അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോയ സമയത്ത് ഉണ്ടായ ഒരു റിയൽ ഇൻസിഡൻറ്റ് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്ത സമയത്ത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ ആ ആത്മകഥയിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ വെള്ളക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു ഇതാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും അതിൽ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ മഹാത്മാഗാന്ധി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിലാണ് യാത്ര ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിനെ അതിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. അനദർ ഒഫീഷ്യൽ കെയിം ടു മീ ആൻഡ് സെഡ്, കം അലോങ്, യു മസ്റ്റ് ഗോ ടു ദ വാൻ കമ്പാർട്ട്മെൻറ്റ്. അതായത് മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ കൂടെ വരൂ, നിങ്ങൾ തീർച്ചയായിട്ടും വാൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം, അതായത് മുന്നിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ബട്ട് ഐ ഹാവ് എ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് സെഡ്. അപ്പോൾ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? പക്ഷേ എനിക്ക് 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ദാറ്റ് ഡസൻ മാറ്റർ, അതൊരു കാര്യമേ അല്ല. റീച്ച് ഓൺ ദ അതർ, അവിടെ വേറൊരാൾ വന്നോളും. ഐ ടെൽ യു, യു മസ്റ്റ് ഗോ ടു ദ വാൻ കമ്പാർട്ട്മെൻറ്റ്. ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും വാൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം എന്ന് ആ ഉദ്യോഗസ്ഥൻ തിരിച്ചു പറയും. അപ്പോൾ മഹാത്മാഗാന്ധി തിരിച്ചെന്താ പറഞ്ഞത്? ഐ ടെൽ യു, ഞാൻ നിങ്ങളടുത്ത് പറയുന്നു, ഐ വാസ് പെർമിറ്റഡ് ടു ട്രാവൽ ഇൻ ദിസ് കമ്പാർട്ട്മെൻറ്റ് അറ്റ് ഡർബൻ ആൻഡ് ഐ ഇൻസിസ്റ്റ് ഓൺ ഗോയിങ് ഓൺ ഇൻ ഇറ്റ്. അതായത് അപ്പം മഹാത്മാഗാന്ധി തിരിച്ച് ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയാണ്, ഡർബനിൽ വെച്ച് ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചതാണ്, ഇതിൽ തന്നെ എനിക്ക് പോകണം എന്ന് മഹാത്മാഗാന്ധി ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയുന്നു. നോ യു വോണ്ട്, ഇല്ല നിങ്ങൾക്ക് കഴിയില്ല, സെറ്റ് ദ ഒഫീഷ്യൽ. അപ്പോൾ ഒഫീഷ്യൽ അങ്ങനെ പറയുന്നു, യു മസ്റ്റ് ലീവ് ദിസ് കമ്പാർട്ട്മെൻറ്റ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിയേ പറ്റൂ. ഓർ എൽസ്, അല്ലെങ്കിൽ ഐ ഷാൽ ഹാവ് ടു കാൾ എ പോലീസ് കോൺസ്റ്റബിൾ ടു പുഷ് യു ഔട്ട്. എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിച്ച് നിങ്ങളെ ഇതിൽ നിന്ന് തള്ളി പുറത്തേക്ക് ഇടേണ്ടി വരും എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്തു? ദ കോൺസ്റ്റബിൾ കെയിം. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് കോൺസ്റ്റബിൾ വന്നു. ഹി ടുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് പുഷ്ഡ് മീ ഔട്ട്. മൈ ലഗേജ് വാസ് ആൾസോ ടേക്കൺ ഔട്ട്. അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ച് പുറത്താക്കി എൻ്റെ ലഗേജിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ദ ഈവനിങ് ട്രെയിൻ അറൈവ്ഡ്. വൈകിട്ടായപ്പോൾ ഒരു ട്രെയിൻ വന്നു. ദർ വാസ് എ റിസർവ്ഡ് ബർത്ത് ഫോർ മീ. അതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു റിസർവ്ഡ് ബർത്ത് ഉണ്ടായിരുന്നു. ഐ നൗ പർച്ചേസ്ഡ് അറ്റ് മാറ്റ്സ്ബർഗ് ദ ബെഡിങ് ടിക്കറ്റ് ഐ ഹാഡ് റെഫ്യൂസ്ഡ് ടു ബുക്ക് അറ്റ് ഡർബൻ. ഡർബനിൽ നിന്ന് ഞാൻ നിരസിച്ച ആ ഒരു ബെഡിങ് ടിക്കറ്റ് ഞാൻ മാരിറ്റ്സ്ബർഗിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതാണ് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിപ്പിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ഇതാണ്. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളത്. ഗാന്ധിജി ഡിസ്ക്രൈബ് ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി ദ ദെൻ സോഷ്യൽ കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. ആ സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ആ സോഷ്യൽ കണ്ടീഷനാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ വിവരിച്ചത്. മഹാത്മാഗാന്ധി റീച്ച് സൗത്ത് ആഫ്രിക്ക ഇൻ 1893. 1893 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നത്. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് അൺഡിക്ലെയർഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അൺഡിക്ലെയർഡ് ആയിട്ടുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന പീരീഡാണ്. അതായത് എന്താണ് അൺഡിക്ലെയർഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ? അപ്രഖ്യാപിത വർണ്ണ വിവേചനം. അത് നിലനിന്നിരുന്ന സമയമായിരുന്നു മഹാത്മാഗാന്ധി എത്തിച്ചേർന്ന 1893 ആ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഇൻ ദ ഇന്ത്യൻ ഒപ്പീനിയൻ എ ഡെയിലി സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ആഫ്രിക്ക. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഒരു ന്യൂസ് പേപ്പർ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഹി റോട്ട് അബൌട്ട് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദി കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ടുവാർഡ്സ് ദ ആഫ്രിക്കൻസ്. ആഫ്രിക്കൻസിനോട് ഈ കൊളോണിയൽ ഭരണകൂടം കാണിച്ച ഡിസ്ക്രിമിനേഷനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി. എന്താ അദ്ദേഹം എഴുതിയത്? ആഫ്രിക്കൻസ് എലോൺ ആർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ദിസ് ലാൻഡ്. ആഫ്രിക്കക്കാർ മാത്രമാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ നിവാസികൾ. ഈ ഭൂമിയുടെ യഥാർത്ഥ നിവാസികൾ ആഫ്രിക്കക്കാർ മാത്രമാണ്. The whites have occupied the country forcibly and appropriated it to themselves. അതായത് വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കാർ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. ഗാന്ധിജി participated in the voluntary activities to extend help to the ones
ഹു അണ്ടർവെന്റ് സഫറിങ്സ് ഇൻ ദ സെക്കൻഡ് ബൂവർ വാർ. അതായത് രണ്ടാം ബൂവർ യുദ്ധകാലത്ത് ആ യുദ്ധക്കെടുതികളിലൊക്കെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധി പങ്കെടുത്തിരുന്നു. It was here that Gandhiji experimented the weapons of satyagraha, non-cooperation and civil disobedience. അതായത് it was here that Gandhiji experimented, അതായത് ഇവിടെയായിരുന്നു ഗാന്ധിജി എക്സ്പെരിമെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ പരീക്ഷിച്ചത്. എന്ത്? ദ വെപ്പൺസ് എന്ന് വെച്ചാൽ ഒരു സമരായുധം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സമരായുധങ്ങൾ പരീക്ഷിച്ചത് ഇവിടെയായിരുന്നു. ഏതൊക്കെ സമരായുധങ്ങളാണ്? ദ സത്യാഗ്രഹ, എന്നൊക്കെയാണ് സത്യാഗ്രഹം. പിന്നെ നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം, ആൻഡ് സിവിൽ ഡിസോബീഡിയൻസ്, നിയമലംഘനം. ഇതൊക്കെ അദ്ദേഹം പരീക്ഷിച്ചത് ഈ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഹെൻസ് സൗത്ത് ആഫ്രിക്ക ഈസ് നോൺ ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി. അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക എന്തെന്നറിയപ്പെട്ടത്? ആ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ലബോറട്ടറി, രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ഈ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക അറിയപ്പെടാൻ കാരണം അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ സത്യാഗ്രഹ, പിന്നെ സിവിൽ ഡിസോബീഡിയൻസ്, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഇതൊക്കെ അദ്ദേഹം ആദ്യം പരീക്ഷിച്ചത് എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിൽ. അവിടെ വിജയം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇതൊക്കെ നടപ്പിലാക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അടുത്തത് ഒരു നോട്ട് തയ്യാറാക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ ആൻ അനലിറ്റിക്കൽ നോട്ട് അബൌട്ട് ഗാന്ധിജീസ് ഒപ്പീനിയൻ ഓൺ ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പ്രിവൈൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻക്ലൂഡിംഗ് ദ മെത്തേഡ്സ് ഓഫ് സ്ട്രൈക്ക് അഡോപ്റ്റഡ് ബൈ ഹിം. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിവേചനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ അഭിപ്രായം എന്താണ്, അതിനെതിരെ അദ്ദേഹത്തിൻ്റെ സമര രീതികൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ കൂടെ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ അത് തരാം കേട്ടോ അതിൻ്റെ ആൻസർ. അതായത് നമ്മുടെ ഗാന്ധിജിയുടെ സമരമുറകളെക്കുറിച്ച് എഴുതണം. പിന്നെ ഈ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഈ വിവേചനത്തിനെതിരായിട്ട് ഈ പറയുന്ന വെള്ളക്കാരെക്കുറിച്ച് ഗാന്ധിജിക്ക് എന്ത് അഭിപ്രായമാണുള്ളത്, അതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു നോട്ടാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഡീറ്റെയിൽഡ് നോട്ട്സ് നമ്മൾ എഴുതി തരൂലേ, അപ്പം നമുക്ക് അതിൻ്റെ നോട്ട്സ് എഴുതാം കേട്ടോ. അടുത്തത് നോക്കിയുള്ളൂ. ദ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. The South African Party led by the Whites came to power in the first election after South Africa became an autonomous territory under the control of Britain. അതായത് ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്കൻ പാർട്ടിയാണ് അധികാരത്തിലെത്തിയത്. അവരെന്താ ചെയ്തെന്നറിയാമോ? ദേ ബ്രോട്ട് ഇൻ ലാസ്. അവർ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു. എവിടെയൊക്കെയാണ്? ഹൗസിംഗ്, പാർപ്പിടം, അഡ്മിനിസ്ട്രേഷൻ, ഭരണം, ആൻഡ് ഇൻഡസ്ട്രിയൽ, വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ അവർ എന്ത് കൊണ്ടുവന്നു? കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു. വിച്ച് വുഡ് അഫക്റ്റ് ദ പീപ്പിൾ. അത് ജനങ്ങളെ വളരെയധികം ബാധിച്ചു. ദ റേഷ്യൽ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ദ ബ്ലാക്സ് ആൻഡ് ദ വൈറ്റ്സ് ഗോട്ട് ഇൻറ്റൻസിഫൈഡ്. അപ്പം ഈ ബ്ലാക്കും വൈറ്റും അല്ലെങ്കിൽ വെള്ളക്കാരും കറുത്തവരും തമ്മിലുള്ള റേഷ്യൽ ഡിഫറൻസിയേഷൻ, വർണ്ണവിവേചനം, അവിടെ എന്ത് ചെയ്തു? ഗോട്ട് ഇൻറ്റൻസിഫൈഡ്, വളരെയധികം അത് രൂക്ഷമാവുകയാണ് ചെയ്തത്. പീപ്പിൾ വെയർ denied the freedom of movement and the right to education. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും എന്ത് ചെയ്തു? നിഷേധിച്ചു. The organization, the African Native National Congress, formed to protect the rights of the people of Africa, was later came to be known as the African National Congress. അതായത് ആഫ്രിക്കയിലുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്നൊരു സംഘടന രൂപീകരിച്ചു. പിന്നീട് ഈ സംഘടന എന്തെന്നറിയപ്പെട്ടു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന പണ്ട് അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടു. പിന്നീട് അത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാറി. എന്തിനാണത്? ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. The leaders of the African National Congress devised several means of struggles to build a discrimination-free South Africa. അതായത് ഈ പറയുന്ന വിവേചനരഹിതമായിട്ടുള്ള ഒരു ദക്ഷിണാഫ്രിക്കയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡേഴ്സ്, നേതാക്കൾ പല തരത്തിലുള്ള സമരമാർഗങ്ങളും അവർ ആവിഷ്കരിച്ചു. ഡിവൈസ്ഡ് സെവറൽ മീൻസ് ഓഫ് സ്ട്രഗിൾസ്, ഒരുപാട് സമരമാർഗങ്ങൾ അവർ ആവിഷ്കരിച്ചു.
Let's examine the oppressive laws and their consequences in South Africa during the tenure of different governments. അതായത് ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ പല നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കിവിടെ നോക്കാം. കുറേ നിയമങ്ങളും അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട്, അതായത് ഖനി തൊഴിൽ നിയമം. ദ മൈൻസ് ആൻഡ് വർക്ക് റെഗുലേഷൻസ് ആക്ട് എന്ന് വെച്ചാൽ ഖനി തൊഴിൽ നിയമം. നോക്കാം. സ്കിൽഡ് വർക്ക്സ് വെയർ റിസർവ്ഡ് ഓൺലി ഫോർ ദ വൈറ്റ്സ്. ഈ സ്കിൽഡ് വർക്ക്സ് ഉണ്ടല്ലോ, വിദഗ്ധത അല്ലെങ്കിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള ഈ ജോബ് ഉണ്ടല്ലോ അല്ലെങ്കിൽ വർക്ക് ഉണ്ടല്ലോ, അത് വൈറ്റ്സിന് മാത്രം റിസർവ് ചെയ്തു. സ്കിൽഡ് വർക്ക്സ് വെയർ റിസർവ്ഡ് ഓൺലി ഫോർ ദ വൈറ്റ്സ്. സ്കിൽഡ് വർക്ക്സ് എല്ലാം വൈറ്റ്സിന് മാത്രം. അടുത്തത് നേറ്റീവ്സ് ലാൻഡ് ആക്ട്, പ്രാദേശിക ഭൂനിയമം. നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്ന് വെച്ചാൽ പ്രാദേശിക ഭൂനിയമം. എന്താണ്? ദ ബ്ലാക്സ് വെയർ അലോക്കേറ്റഡ് സ്പെഷ്യൽ ഏരിയാസ് കാൾഡ് റിസർവ്സ് ആൻഡ് വെയർ നോട്ട് അലൗഡ് ടു പർച്ചേസ് ലാൻഡ് ഇൻ അതർ ഏരിയാസ്. അതായത് കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക സ്ഥലങ്ങളിൽ അല്ലാതെ വേറൊരു സ്ഥലത്ത് നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. അപ്പോൾ ബ്ലാക്സിന് എവിടെ നിന്ന് മാത്രമേ ഭൂമി വാങ്ങാൻ പറ്റുള്ളൂ? റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശത്ത് നിന്ന് മാത്രമേ അവർക്ക് ഭൂമി വാങ്ങാവൂ, അല്ലാതെ മറ്റുള്ള പ്രദേശത്ത് നിന്ന് അവർക്ക് ഭൂമി വാങ്ങാൻ പാടില്ല. അതാണ് നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് ദ നേറ്റീവ്സ് ആക്ട് അല്ലെങ്കിൽ അർബൻ ഏരിയാസ് ആക്ട്. നേറ്റീവ്സ് ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക നഗരപ്രദേശ നിയമം. ബ്ലാക്സ് വെയർ റെസ്ട്രിക്റ്റഡ് ഫ്രം എൻറ്ററിങ് സിറ്റീസ്. ഈ സിറ്റികളിൽ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലോട്ട് അവർക്ക് എൻട്രി ചെയ്യാൻ പാടില്ല, അവർക്ക് വരാൻ പാടില്ല. കറുത്തവർക്കാർ വരാൻ പാടില്ല, അവർ റെസ്ട്രിക്റ്റ് ചെയ്യും, നിയന്ത്രിക്കും. അടുത്തത് സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. എന്താണ്? ബ്ലാക്സ് വെയർ റിമൂവ്ഡ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റ്. ഈ കറുത്ത വർഗ്ഗക്കാരെ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. അവർക്ക് പ്രത്യേകിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലേ, കറുത്ത വർഗ്ഗക്കാർ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ബ്ലാക്സിനെ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അപ്പോൾ എത്ര ആക്ട് ആണുള്ളത്? മൊത്തം 4 ആക്ട് ആണുള്ളത്. എന്തൊക്കെയാണ് ആ 4 ആക്ട് എന്ന് പറയുന്നത്? ഒന്നാമത്തത് ദ മൈൻസ് ആൻഡ് വർക്ക് റെഗുലേഷൻസ് ആക്ട് അല്ലെങ്കിൽ ഖനി തൊഴിൽ നിയമം. 2 നേറ്റീവ്സ് ലാൻഡ് ആക്ട്, പ്രാദേശിക ഭൂനിയമം. 3 ദ നേറ്റീവ്സ് അർബൻ ഏരിയ ആക്ട്, അതായത് പ്രാദേശിക നഗരപ്രദേശ നിയമം. സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്, വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. അങ്ങനെ 4 ആക്റ്റാണുള്ളത്. ദ മൈൻസ് ആൻഡ് വർക്ക്സ് ആക്ട് എന്ന് പറയുമ്പോൾ സ്കിൽഡ് വർക്ക്സ് റിസർവ് ചെയ്തേക്കുന്നത് വൈറ്റ്സിന് മാത്രം. നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്ന് പറയുമ്പോൾ ബ്ലാക്സിന് റിസർവ്സ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ ഭൂമി വാങ്ങാൻ അധികാരമുള്ളൂ, മറ്റുള്ള പ്രദേശത്ത് അവർക്ക് ഭൂമി വാങ്ങാൻ പാടില്ല. ദ നേറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട് എന്ന് പറയുമ്പോൾ ബ്ലാക്സിനെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നു. എന്തിന്? ടു ഫ്രം എൻറ്ററിങ് സിറ്റീസിലോട്ട് എൻട്രി ചെയ്യുന്നതിൽ നിന്ന് ബ്ലാക്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നേറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട്. ഇനി സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട്, ബ്ലാക്സ് വെയർ റിമൂവ്ഡ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ബ്ലാക്സിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ട്സ് എന്ന് പറയുന്നത്. അതായത് ബ്ലാക്സിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന ആക്റ്റുകൾ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നെൽസൺ മണ്ടേലയെ കുറിച്ചാണ്. നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ 18th July 1918 ഇൻ ദ തെമ്പു റോയൽ ഫാമിലി ഇൻ ട്രാൻസ്കി പ്രൊവിൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്കി എന്ന് പറയുന്ന പ്രൊവിൻസിലെ തെമ്പു രാജകുടുംബത്തിലാണ്. ഒരു റോയൽ ഫാമിലിയാണ് കേട്ടോ അദ്ദേഹം. തെമ്പു എന്ന് പറയുന്ന ഒരു റോയൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. എന്ന് 1918 ജൂലൈ 18. ഒരു ഫാൻസി നമ്പറാണ് അല്ലേ. 1918 ജൂലൈ 18 അദ്ദേഹം ജനിച്ചത്. ജൂലൈ എന്ന് പറയുമ്പോൾ എത്ര? 7th അല്ലേ, 7ാമത്തെ മാസം അല്ലേ. 8 1 പോയാൽ 7 ആവൂലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ 1918 ജൂലൈ 18 നെൽസൺ മണ്ടേല ജനിച്ചത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ട്രാൻസ്കി എന്ന് പറയുന്ന പ്രൊവിൻസിലെ തെമ്പു റോയൽ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിസ് നെയിം വാസ് റോലിക് ലാല. എന്താണ്? റോലിക് ലാല എന്നായിരുന്നു ഹിസ് നെയിം. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? റോലിക് ലാല. ഹിസ് ഫാദർ വാസ് ഗാഡ്ല ഹെൻറി മണ്ടേല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗാഡ്ല ഹെൻറി മണ്ടേല എന്നായിരുന്നു. ദ ഹെഡ് ഓഫ് മാഡിബ
ക്ലാൻ ആൻഡ് മാഡിബ എന്ന് പറയുന്ന ഒരു ക്ലാൻ, അതായത് മാഡിബ എന്ന് പറഞ്ഞ വംശത്തിൻ്റെ ഹെഡായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഗാഡ്ല ഹെൻറി മണ്ടേല എന്ന് പറഞ്ഞത്. ഗാഡ്ല ഹെൻറി മണ്ടേല എന്ന് പറയുന്നതാണ് നെൽസൺ മണ്ടേലയുടെ അച്ഛൻ. മാഡിബ ക്ലാൻ്റെ ഹെഡായിരുന്നു. ഈ നെൽസൺ മണ്ടേല യഥാർത്ഥ പേര് റോലിക് ലാല എന്നായിരുന്നു, റോലിക് ലാല. ഇനി അതിൻ്റെ മദർ നോസ്കെന്നി ഫാനി. അമ്മയുടെ പേരെന്തായിരുന്നു? നോസ്കെന്നി ഫാനി. ആഫ്റ്റർ പ്രൈമറി എഡ്യൂക്കേഷന് ശേഷം ഹി ഗോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്കൻ ട്രൈബൽ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ആൻഡ് ലേറ്റർ പാസ്ഡ് ഡിഗ്രി ഇൻ ലോ. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ ട്രൈബൽ ഹെറിറ്റേജും കൾച്ചറും ഒക്കെ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം ലോയിൽ ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ ലോവറായി അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ നെൽസൺ മണ്ടേലയുടെ ബയോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മലയാളം ഇതൊന്ന് വായിക്കാം. എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിംഗ്ഡേൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിംഗ്ഡേൻ എന്നോട് പറഞ്ഞു, എൻ്റെ പുതിയ പേര് നെൽസൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എനിക്കറിയില്ല. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് റോലിക് ലാല എന്നായിരുന്നു. അപ്പോൾ ആ പേര് മാറ്റിയിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന മിസ് എംഡിംഗ്ഡേൻ എന്ന് പറയുന്ന ആൾ പുതിയൊരു പേര് കൊടുത്തു. എന്താണ് ആ പേര്? നെൽസൺ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്തിനാണ് ഇവരുടെ പേരെന്ന് പറയുന്നത് ഒരു ആഫ്രിക്കക്കാരുടെ പേരാണ്. അത് മാറ്റിയിട്ട് ഒരു ഇംഗ്ലീഷ് ചുവയുള്ള ഒരു പേര് അവർക്ക് കൊടുത്തതാണ് കേട്ടോ. നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇതും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ലോങ് വാക്ക് ടു ഫ്രീഡം, അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിൽ ജനിക്കുന്നു. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്കെടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുന്നു. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവനോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിലെറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു. അതായത് ദക്ഷിണാഫ്രിക്കൻ ജനത അനുഭവിച്ച അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലുകളും മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഹാവ് യു റീഡ് ദ റെഫറൻസസ് മെയ്ഡ് ബൈ നെൽസൺ മണ്ടേല ഓൺ ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കൻ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതാവസ്ഥകളെക്കുറിച്ച് നെൽസൺ മണ്ടേല നടത്തിയ പരാമർശങ്ങൾ നിങ്ങൾ നോക്കിയല്ലോ, നമ്മൾ വായിച്ചല്ലോ. വാട്ട് കുഡ് ബി ദ റീസൺ ദ ടീച്ചർ ഗേവ് നെൽസൺ മണ്ടേല ഫോർ ദ ന്യൂ നെയിം ഇൻസ്റ്റെഡ് ഓഫ് ദി നെയിം ഗിവൺ ബൈ ഹിസ് പാരൻസ്? അതായത് മാതാപിതാക്കൾ നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണം എന്തായിരിക്കും? കാരണം എന്താണ്? അതായത് നെൽസൺ മണ്ടേലയ്ക്കുള്ള ആദ്യത്തെ പേര് റോലിക് ലാല എന്നുള്ളത് എന്തായിരുന്നു? ഒരു ആഫ്രിക്കൻ പേരായിരുന്നു. അത് മാറ്റി ഒരു ഇംഗ്ലീഷ് പേരാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. അത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ ടീച്ചർ നെൽസൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പേര് അദ്ദേഹത്തിന് നൽകിയത്. അതായത് ഈ ഒരു പേരുമാറ്റലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ആധിപത്യമാണ്, ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മേലുള്ള ഇംഗ്ലീഷ് ആധിപത്യം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ.